ഹലോ, നമസ്കാരം. ഇന്ന് 24-ാം തീയതി. 22-ാം തീയതി വരെയാണെന്ന് അവർക്ക് വെള്ളം കെട്ടിയത് ഒഴിവാക്കാനുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 22 കഴിഞ്ഞ് 23 കഴിഞ്ഞ് ഇന്ന് 24. എന്നിട്ടും കണ്ടില്ലേ മുകളിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ഒക്കെ ഇത് കണ്ടോ? എത്ര ഇതിലാണ് വരുന്നത്. ഇവരെ പാടത്തെ വെള്ളമൊക്കെ വറ്റുന്ന ഇവരെ കാത്തുന്ന ഒരു തുള്ളി വെള്ളം ഇവിടെ കുടിച്ചാൽ കിട്ടുമോ? തോട് വറ്റും, പുഴ വറ്റും, എല്ലാം വറ്റും. കാരണം ഈ കാണുന്ന പാടത്തിൻ്റെ എല്ലാ ഇതും അവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഇതൊക്കെ തട്ടിങ്ങാണ്ട് ഈ JCB എടുത്തിങ്ങാണ്ട് തോട്ടിക്ക് ഇട്ടൊക്കെയാണ്. തോട്ടിക്കല്ല, പാടത്തേക്ക് ഇട്ടുങ്ങാണ്ട് നിരപ്പാക്കിയൊക്കെയാണ്. മറ്റുള്ള പാടത്തിനെക്കാട്ടിലും 1.5 മീറ്റർ ഓളം താഴ്ചയിലാണ് ഈ പാടമുള്ളത്. പിന്നെ എങ്ങനെ ഇതിൽ ഇതാകാൻ കഴിയുക? മനസ്സിലായില്ലേ? ഇതാകണ്ടോ? ഈ രൂപത്തിലാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇവർക്ക് വേണ്ടി നമുക്ക് കാത്തുനിന്നാൽ സംഗതി നടക്കില്ല. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും അറിഞ്ഞില്ലേ, അതേമാതിരി ചെയ്യുക. അപ്പുറത്തൊക്കെ കറ്റൊക്കെ കെട്ടി കണ്ടോ? അപ്പുറമൊക്കെ കറ്റ കെട്ടിപ്പോയി. ഇത് മാത്രം ഈ പാടം തന്നെയാണ് നമുക്ക് പ്രശ്നം. ഇവിടെ 1.5 മീറ്റർക്ക് എന്താ വെച്ചാൽ കെട്ടിങ്ങാണ്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരില്ല. വെള്ളം ഇഷ്ടം പോലെ കെട്ടി നിർത്തുകയും ചെയ്യാം. കുടിവെള്ളത്തിന് പ്രശ്നം വരില്ല. അതന്നെ. അപ്പോൾ പനയംകുന്ന്, പള്ളിക്കുന്ന്, മറ്റേ കളംകുന്ന്, ചമ്പങ്കാട്, മേപ്പാടം, ആസ്പത്രിക്കുന്ന്, പിന്നെ തോട്ടിൻ്റെ അക്കര, ഇതുപോലത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ, ഈ കാണുന്നത് ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കിണറ്റിൽ വെള്ളമാവും. മനസ്സിലായി? കെട്ടാനയക്കേണ്ട മനുഷ്യന്. അപ്പം എന്താണ്, കൃഷീൻ്റെ പേരിൽ സാമൂഹ്യദ്രോഹം കൂടിയാണ് ഈ ചെയ്യുന്നത്, അല്ല വേറൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ കാട്ടി മനസ്സിലായി. അതിന് കുറേ സിംഗടി വാലാത്തന്മാർ ഒപ്പുണ്ടാനും ഇവർക്ക് അനുകൂലമായിട്ട് പറയാനും വേറെയുള്ളതുമായിട്ട്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ എന്താ ഇപ്പം ചെയ്യുക മനുഷ്യന്? ഒരു ഗുഡ്സ് വെള്ളം ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 450 റുപ്യ 500 റുപ്യ കൊടുക്കണം. ആ ഗുഡ്സിൽ 750 ലിറ്ററേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തിന് തുളുമ്പി പോയി വേറെയുള്ളതൊക്കെ ആയിങ്ങാണ്ട് 500 ലിറ്ററിൻ്റെ അടുത്തേ ഉണ്ടാവുകയുള്ളൂ. ആരോടതൊക്കെ പറയാം? സങ്കടം. ശരി, എന്നാൽ തൽക്കാലം നിർത്തുന്നു.